CPIM നേതാവിനും മാതൃ സഹോദരനുമെതിരെ പോലീസിൽ പരാതി നൽകി MM ലോറൻസിന്റെ ചെറുമകൻ മിലൻ ലോറൻസ്. CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, മാതൃ സഹോദരൻ ML സജീവൻ എന്നിവർക്കെതിരെയാണ് പരാതി. തന്നെയും മാതാവ് ആശ ലോറൻസിനെയും കയ്യേറ്റം ചെയ്തെന്നാണ് മിലന്റെ പരാതി. പരാതിയിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ML സജീവൻ പ്രതികരിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, കഴിഞ്ഞ ദിവസം മൃതദേഹം വിട്ടു നൽകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ട കാഴ്ചകൾ, ആ സമയത്ത് കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണോ പരാതി? ഇതിപ്പോൾ സജീവന്റെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, CPM ജില്ലാ സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ ML സജീവന്റെയും നിർദ്ദേശപ്രകാരം പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് മിലന്റെ പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മിലൻ ഈ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പരാതി മർദ്ദിക്കാനായി താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല. മിലന്റെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്നാണ് MM ലോറൻസിന്റെ മകൻ ML സജീവൻ ഇന്നിപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ ഒരു ബാഹ്യ ഇടപെടൽ സംശയിക്കുന്നുണ്ട്. ആശയ്ക്ക് പിന്തുണ നൽകിയവരുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ബാഹ്യ ഇടപെടൽ വ്യക്തമാകുമെന്നാണ് ഇന്നിപ്പോൾ ML സജീവൻ 24 ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ മൃതദേഹം പൊതുദർശന ഘട്ടത്തിൽ നാടകീയ സംഭവങ്ങളാണ് ടൗൺ ഹാളിൽ അരങ്ങേറിയത്. ഇതിനെല്ലാം പിന്നാലെ ആശയ്ക്ക് പിന്തുണ നൽകിയവരുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ എന്താണ് അന്നത്തെ സംഭവവികാസങ്ങൾ എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇതിലൊരു ബാഹ്യ ഇടപെടൽ സംശയിക്കുകയാണ് ഇപ്പോൾ ML ലോറൻസ്, ML സജീവൻ. എന്തായാലും ഈ മൃതദേഹം വിട്ടു നൽകുന്നത് ഇന്നൊരു അന്തിമ തീരുമാനം കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ എടുക്കും. ഇന്ന് 3 മക്കളോടും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ 12 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ താൻ ഒരു നിലപാട് സ്വീകരിച്ചു, അത് തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. പിതാവ് തന്നോട് ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് സംരക്ഷിക്കാൻ, ആ ഒരു പിതാവിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് തന്റെ ശ്രമമെന്നാണ് ML സജീവൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെയും മാതാവിനെയും കയ്യേറ്റം ചെയ്തു എന്നതാണ് MM ലോറൻസിന്റെ ചെറുമകന്റെ പരാതി. എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം, ബാഹ്യ ഇടപെടൽ എന്നുള്ളതാണ് മകൻ ML സജീവന്റെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബാഹ്യ ഇടപെടലുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത്യാവശ്യം ബുദ്ധിയും വിവേകവും എക്സ്പീരിയൻസുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.